Hello everyone, welcome back to another video lesson on phonetics. In the last class we discussed the classification of consonants based on the place or point of articulation. കഴിഞ്ഞ ക്ലാസ്സിൽ place or point of articulation ബേസ് ചെയ്തിട്ടുള്ള കോൺസണൻസിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതിൽ 9 ക്ലാസിഫിക്കേഷൻ ഡിസ്കസ് ചെയ്തു. Now we are going to discuss the classification of consonants based on the manner of articulation. ഏത് മാനർ, ഏത് രീതിയിലാണ് ഇറ്റ് ഈസ് ആർട്ടിക്കുലേറ്റഡ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുണ്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺസണൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കോൺസണൻസ് ഈ ഒരു 3 ക്രൈറ്റീരിയ വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ബേസ്ഡ് ഓൺ പ്ലേസ് ഓഫ് പോയിന്റ് ഓഫ് ആർട്ടിക്കുലേഷൻ, മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ ആൻഡ് സ്റ്റേറ്റ് ഓഫ് ഗ്ലോട്ടിസ്. അതിൽ മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ let's begin with the lesson. Okay, so the manner of articulation. Actually the manner of articulation refers to the nature of the stricture involved in the articulation of sounds. Actually manner of articulation എന്ന് പറയുന്നത് ഈ സൗണ്ട്സ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന സ്ട്രിക്ചറിനെ ബേസ് ചെയ്തിട്ടാണ്. സോ യു ഷുഡ് നോ വാട്ട് സ്ട്രിക്ചർ ഈസ്. സ്ട്രിക്ചർ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. സോ stricture is the manner in which the passage of air in the mouth is restricted in the articulation of consonants. ഇതിനാണ് സ്ട്രിക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ദ മാനർ ഇൻ വിച്ച് ദ പാസേജ് ഓഫ് എയർ ഇൻ ദ മൗത്ത് ഈസ് റെസ്ട്രിക്റ്റഡ്. ഏത് രീതിയിലാണ് എയർ പാസേജ്, അതായത് മൗത്തിലൂടെയുള്ള എയർ പാസേജ്, എയർ മൂവ്മെൻറ്റ് ദാറ്റ് ഈസ് റെസ്ട്രിക്റ്റഡ്, തടസ്സപ്പെടുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഇൻ ദ ആർട്ടിക്കുലേഷൻ ഓഫ് എ കോൺസണൻറ്റ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ദിസ് ഈസ് കോൾഡ് സ്ട്രിക്ചർ. ഓക്കെ, യു നോ ദാറ്റ് ഡ്യൂറിങ് ദ ആർട്ടിക്കുലേഷൻ ഓഫ് കോൺസണൻറ്റ് സൗണ്ട് ദർ ഈസ് എൻ ഒബ്സ്ട്രക്ഷൻ ഓർ നാരോയിങ് ഓഫ് എയർ പാസേജ്. അങ്ങനെയാണ് കോൺസണൻറ്റ് സൗണ്ട് ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അവിടെ കോൺസണൻസിൻ്റെ കേസിൽ എന്താണ്, ഈ ആർട്ടിക്കുലേറ്റേഴ്സ് ഇൻവോൾവ് ചെയ്തിട്ട് ഒരു ബ്ലോക്കേജ് അല്ലെങ്കിൽ പാർഷ്യൽ ബ്ലോക്കേജ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ആ ഒരു മൂവ്മെൻറ്റിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ഏത് രീതിയിലാണ് അത് കൺട്രോൾ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് സ്ട്രിക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ മാനർ ഇൻ വിച്ച് ദ പാസേജ് ഓഫ് എയർ ഇൻ ദ മൗത്ത് ഈസ് റെസ്ട്രിക്റ്റഡ് എന്നുള്ളതാണ് സ്ട്രിക്ചർ. അപ്പോൾ ഈ സ്ട്രിക്ചർ ഇൻവോൾവ് ചെയ്തതിനനുസരിച്ചാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് നമ്മൾ consonants classified according to the manner of articulation. Okay, so the first category is plosives or stop consonant. Plosives ആണ് ഫസ്റ്റ് കാറ്റഗറി ആയിട്ട് വരുന്നത് according to the manner of articulation, the classification of consonants. Okay, first one is plosives. Actually plosives are consonants articulated with a stricture of complete closure and sudden release. Okay, ഇതാണ് ഇതിലെ സ്ട്രിക്ചർ ഇൻവോൾവ് ആയിട്ടുള്ളത്. അതായത് കംപ്ലീറ്റ് ക്ലോഷർ ആൻഡ് സഡൻ റിലീസ്. അതായത് എയർ പാസേജ് മൗത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യപ്പെടുന്നു, പിന്നെ പെട്ടെന്നുള്ള റിലീസ്, സഡൻ റിലീസുമാണ് ആ ഒരു സ്ട്രിക്ചർ ഇതിൽ ഇൻവോൾവ് ആയി. സ്ട്രിക്ചർ നേരത്തെ പറഞ്ഞു, ഏത് മാനർ, ഏത് രീതിയിലാണ് എയർ പാസേജ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ ആ രീതിയിൽ എയർ റിലീസ് ചെയ്തിട്ട് ഉണ്ടാകുന്ന അല്ലെങ്കിൽ പ്രൊനൗൺസ് ചെയ്യുന്ന കോൺസണൻസിനാണ് പ്ലോസീവ്സ് ഓർ സ്റ്റോപ്പ് കോൺസണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, കംപ്ലീറ്റ് ക്ലോഷർ ആൻഡ് സഡൻ release. Here the articulators come into firm contact with each other and blocking the air, and so the air pressure builds up. അങ്ങനെയാണ് ഇതിൽ സംഭവിക്കുന്നത്. അതായത് രണ്ട് ആർട്ടിക്കുലേറ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഫേം കോണ്ടാക്റ്റിൽ വരുന്നു. രണ്ടും വളരെ ക്ലിയർ ആയിട്ട് ടച്ച് ചെയ്തിട്ട് കറക്റ്റ് ബ്ലോക്കേജ് ഉണ്ടാക്കുന്നു. അങ്ങനെ വായിൽ എന്ത് ചെയ്യുന്നുണ്ട്, എയർ പ്രഷർ ബിൽഡപ്പ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ആ എയർ അവിടെ ആദ്യം ബ്ലോക്ക് ചെയ്യുന്നു, പിന്നെ സഡൻ റിലീസ്, അങ്ങനെ പെട്ടെന്ന് അത് റിലീസ് ചെയ്യപ്പെട്ടിട്ടാണ് പ്ലോസീവ് സൗണ്ട്സ് വരുന്നത്. ജസ്റ്റ് ലൈക്ക് എൻ എക്സ്പ്ലോസീവ് സൗണ്ട്. അതാണ് എക്സ്പ്ലോഷൻ എന്നുള്ള വേർഡിൽ നിന്നാണ് ഇത് വരുന്നത്, പ്ലോസീവ്സ് അല്ലെങ്കിൽ പ്ലോഷൻ ഒക്കെ വരുന്നത്. ഓക്കെ, so these are the plosives or stop consonants in English. Look at the examples: p, b, t, d, k and g. Okay, these are the examples of plosives or stop consonants in English. If you look at the pronunciation of these sounds, you can understand the articulation. അത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ p എന്ന് പറയുന്ന സമയത്ത് two lips are brought together. ആ സമയത്ത് എന്താണ്, ഫേം കോണ്ടാക്റ്റ് വരുന്നുണ്ട്, പിന്നെ സഡൻ റിലീസ് p. ഓക്കെ, p നിങ്ങൾ പറഞ്ഞു നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ തന്നെയാണ് b, 2 lips ആണ് വരുന്നത്, ബൈലേബിയലാണ്. ഓക്കെ, ദെൻ
ട് ആൻഡ് ഡ് നേരത്തെ പറഞ്ഞ ആൽവിയോലാർ കോൺസണൻ്റ് ആണ് ട് ആൻഡ് ഡ്. അതായത് ടിപ്പ് ഓർ ബ്ലേഡ് ഓഫ് ദി ടങ് ഈസ് മൂവിങ് അഗൻസ്റ്റ് ദി ടീത്ത് റിഡ്ജ്. ആൽവിയോലാർ റിഡ്ജിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അവിടെ എന്തുണ്ട്, ഒരു കംപ്ലീറ്റ് ബ്ലോക്കേജ് ഓഫ് എയർ മൗത്തിൽ വരുന്നുണ്ട്. ദെൻ സഡൻ റിലീസ് ട് ഡ്. ഓക്കെ, അതുപോലെ ക ആൻഡ് ഗ, ദീസ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് വീലാർ കോൺസണൻസ് ബേസ്ഡ് ഓൺ പ്ലേസ് ഓർ പോയിന്റ്. ഓക്കെ, അതായത് വീലാർ കോൺസണൻസ് ആണ്, അതായത് ബാക്ക് ഓഫ് ദി ടങ് ഈസ് മൂവിങ് അഗൻസ്റ്റ് വീലം അല്ലെങ്കിൽ സോഫ്റ്റ് പാലറ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത്. സോ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ക്ലോഷർ വരുന്നു. ദെൻ സഡൻ റിലീസ് ക g. Okay, if you pronounce the sound you can understand the difference. Okay, so these are called plosive consonants in English. Okay, plosives or stop consonants. അത് മനസ്സിലാക്കുക, it is articulated with a structure of complete closure and sudden release. Okay, so the next category is affricates. Affricates എന്നാണ് സെക്കൻഡ് കാറ്റഗറി വരുന്നത്. ഫസ്റ്റ് വൺ മനസ്സിലാക്കിയത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. So affricates are the consonants articulated with a structure of complete closure and slow release. ഓക്കെ, ഇവിടെ സ്ട്രക്ചർ ഏതാണെന്നുള്ളതാണ് പറഞ്ഞത്, കംപ്ലീറ്റ് ക്ലോഷർ ആൻഡ് സ്ലോ റിലീസ്. നേരത്തെ പറഞ്ഞത് കംപ്ലീറ്റ് ക്ലോഷർ ആൻഡ് സഡൻ റിലീസ് ആയിരുന്നു, ബട്ട് ഹിയർ ദ റിലീസ് ഈസ് വെരി സ്ലോ. ഓക്കെ, നേരത്തെ പറഞ്ഞ കംപ്ലീറ്റ് ക്ലോഷർ വരുന്നുണ്ട്, പക്ഷേ സ്ലോ റിലീസാണ്. സോ കോൺസണൻസ് ആർട്ടിക്കുലേറ്റ് വിത്ത് എ സ്ട്രക്ചർ ഓഫ് കംപ്ലീറ്റ് ക്ലോഷർ ആൻഡ് സഡൻ റിലീസ് ആർ കോൾഡ് affricates. ഫോർ എക്സാമ്പിൾ ദ സൗണ്ട്സ് ch and j, ch and j. Okay, if you pronounce the word you can understand. അതായത് ch എന്ന് പറയുന്ന സമയത്ത് കംപ്ലീറ്റ് ക്ലോഷർ വരുന്നുണ്ട്, പക്ഷേ റിലീസ് വെരി സ്ലോ ആണ്. ഓക്കെ, ഒരു എക്സ്പ്ലോഷൻ ആയിട്ടല്ല വരുന്നത്, ഒരു ഫ്രിക്ഷൻ പോലെ ആണ് വരുന്നത്. ഓക്കെ, അതായത് ch and j. Okay, so these are the examples of affricates, ch and j. Okay, and remember the structure involved here is the complete closure and slow release. Complete closure and slow release ആണ് സ്ട്രക്ചർ വരുന്നത്. And these are the examples, ch and j. Okay, so the next classification is fricatives. അടുത്തത് fricatives ആണ്. Let's have a look at the structure here. Fricatives are the consonants articulated with a structure of close approximation. ഇവിടെ ക്ലോസ് അപ്രോക്സിമേഷൻ ആണ് സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, ക്ലോസ് അപ്രോക്സിമേഷൻ മീൻസ് ആർട്ടിക്കുലേറ്റേഴ്സ് ആർ ബ്രോട്ട് വെരി ക്ലോസ് ടുഗെദർ. ആർട്ടിക്കുലേറ്റേഴ്സ് പറഞ്ഞു ആക്റ്റീവ് ആൻഡ് പാസീവ് ആർട്ടിക്കുലേറ്റേഴ്സ് വളരെ ക്ലോസ് ആയിട്ട് വരുന്നു, ബട്ട് ദർ ഈസ് എ നാരോ ഗ്യാപ്പ്. ആ നാരോ ഗ്യാപ്പ് അവിടെ വരുന്നുണ്ട്, പക്ഷേ വളരെ ക്ലോസ് ആയിട്ടാണ് ആർട്ടിക്കുലേറ്റേഴ്സ് വരുന്നത്. ആൻഡ് ദ എയർ എസ്കേപ്സ് ത്രൂ ദിസ് നാരോ ഗ്യാപ്പ്. ഈ ഒരു നാരോ ഗ്യാപ്പിലൂടെ എയർ എസ്കേപ്പ് ചെയ്യുന്നു. അങ്ങനെയുള്ള സൗണ്ട്സിനാണ് ഫ്രിക്കറ്റീവ്സ് എന്ന് പറയുക. ക്ലോസ് അപ്രോക്സിമേഷൻ. ക്ലോസ് അപ്രോക്സിമേഷൻ മീൻസ് ആർട്ടിക്കുലേറ്റേഴ്സ് ആർ ബ്രോട്ട് വെരി ക്ലോസ്. ആർട്ടിക്കുലേറ്റേഴ്സ് രണ്ടും വളരെ അടുത്ത് എത്തുന്നുണ്ട്, ബട്ട് they cannot touch. ഓക്കെ, അവിടെ ടച്ച് വരുന്നില്ല, അവിടെ ചെറിയൊരു സ്പേസ്, ചെറിയ നാരോ സ്പേസ് വരുന്നു, ആ നാരോ സ്പേസിലൂടെ എയർ എസ്കേപ്പ് ചെയ്യുന്നു. ഓക്കെ, ദിസ് ടൈപ്പ് ഓഫ് കോൺസണൻസ് ആർ കോൾഡ് ഫ്രിക്കറ്റീവ്സ്. ഈ രീതിയിൽ എയർ എസ്കേപ്പ് ചെയ്യുന്നതാണ് ഫ്രിക്കറ്റീവ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദീസ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് ഫ്രിക്കറ്റീവ്സ്, ദാറ്റ് ഈസ് സ്, z, th, th, f, v, sh, j and r. These are the examples of fricatives in English. അതായത് ഫ്രിക്കറ്റീവ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് പറഞ്ഞത്. സ്, z, th, th, f, v, sh, j and r. ഓക്കെ, ഇതിൻ്റെ അപ്രോക്സിമേഷൻ മനസ്സിലാക്കുക. ക്ലോസ് അപ്രോക്സിമേഷൻ ആണ്. ഓക്കെ, ഓപ്പൺ അപ്രോക്സിമേഷൻ വേറെ വരുന്നുണ്ട്, ഇവിടെ ക്ലോസ് അപ്രോക്സിമേഷനിലാണ് വരുന്നത്. ദാറ്റ് മീൻസ് ആർട്ടിക്കുലേറ്റേഴ്സ് ആർ ബ്രോട്ട് വെരി close together. Okay, so this is called fricatives. ഈ രീതിയിൽ സ്ട്രക്ചർ ഇൻവോൾവ് ആയിട്ടുള്ളതിനാണ് ഫ്രിക്കറ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ തേർഡ് കാറ്റഗറി ഓഫ് കോൺസണന്റ് ബേസ്ഡ് ഓൺ മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ. ദ നെക്സ്റ്റ് classification is trill or roll consonants. Trill or roll. Trill or roll ആണ് വരുന്നത്. Here the consonants articulated with a structure of intermittent closure. ഇവിടെ സ്ട്രക്ചർ ഇൻവോൾവ് ആയിട്ട് വരുന്നത് intermittent closure ആണ്. Intermittent closure, that means articulators are brought in contact with each other a number of times. അതായത് ആർട്ടിക്കുലേറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 പ്രാവശ്യം നമ്പർ ഓഫ് ടൈംസിൽ എന്ത് ചെയ്യുന്നുണ്ട്, കോണ്ടാക്റ്റ് വരുന്നുണ്ട് ഈച്ച് അതർ. ഓക്കെ, അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട്സിനാണ് ട്രിൽ ഓർ റോൾ കോൺസണൻസ്. ട്രിൽ, ട്ർ, കെർ എന്നുള്ള സൗണ്ടാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ റ് ആണ് ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഒരേ ഒരു സൗണ്ട്, അതായത് റ്.
Okay, here look at the example. R in the words like red and run is pronounced as a trill by most Scottish people. Okay, this is a typical example of Scottish English. Scottish Englishലാണ് ഈ ഒരു സംഭവം വരുന്നത്. ബ്രിട്ടീഷ് ഇംഗ്ലീഷിലും അമേരിക്കൻ ഇംഗ്ലീഷിലും ഒന്നും വരുന്നില്ല. ഓക്കെ, സോ സ്കോട്ടിഷ് ഇംഗ്ലീഷിലെ ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ ട്രിൽ ഓർ റോൾ ആയിട്ട് വരുന്നത്. സോ ഈ ഒരു രീതിയിലാണ് അവർ ർ എന്നുള്ളത് റിപ്പീറ്റഡ് ആയിട്ട് എന്ന് വരുന്നു. ഓക്കെ, ദാറ്റ് മീൻസ് റെഡ് ആൻഡ് റൺ. ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് അവർ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഓക്കെ, എന്നുള്ളത് ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ഇൻ്റർമിറ്റൻറ്റ് ക്ലോഷർ. അതായത് എയർ പാസേജ് ഓരോ തവണയും ഈ ആർട്ടിക്കുലേറ്റേഴ്സ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ ഇങ്ങനെ ഇൻ്റർമീഡിയൻ്റ് ആയിട്ട് ക്ലോഷർ വരുന്നുണ്ട്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ട്രിൽ. എന്ന് പറയുന്ന സമയത്ത് ട്രിൽ വരുന്ന പോലെ. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് ട്രിൽ ഓർ റോൾ കോൺസണന്റ്. ഓക്കെ, ഈസ് ദ ഓൺലി എക്സാമ്പിൾ ദാറ്റ് ടു ഇൻ സ്കോട്ടിഷ് ഇംഗ്ലീഷിലാണ് ആ ഒരു എക്സാമ്പിൾ വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ആർട്ടിക്കുലേറ്റഡ് ലൈക്ക് ദിസ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്, ആസ് ഇൻ റെഡ് ആൻഡ് റൺ. ഓക്കെ, ദിസ് ഈസ് ഹൗ സ്കോട്ടിഷ് പീപ്പിൾ പ്രൊനൗൺസ് ദി സൗണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ദ എക്സാമ്പിൾ ഓഫ് ട്രിൽ ഓർ റോൾ consonant. Okay, is the example. Okay, Scottish ഇംഗ്ലീഷിലാണെന്നുള്ളത് മനസ്സിലാക്കുക. So another classification of the consonant is flap or tap. Flap or tap, just like trill or roll പോലെയുള്ള വേറെ ക്ലാസിഫിക്കേഷൻ ആണ് ഫ്ലാപ്പ് ഓർ ടാപ്പ് എന്ന് പറയുന്നത്. ഇവിടെ for some consonants the active articulators strike against the passive articulator just once and then quickly flaps forward. In this context ഈ രീതിയിലാണ് സ്ട്രക്ചർ വരുന്നത്. അതായത് ആക്റ്റീവ് ആർട്ടിക്കുലേറ്റേഴ്സ് പാസീവിലേക്ക് ജസ്റ്റ് ഒരു പ്രാവശ്യം തട്ടിയിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് മുകളിലേക്ക് തട്ടിയിട്ട് നേരെ ഇങ്ങോട്ട് മുന്നോട്ട് തന്നെ വരുന്നു. ഈ ഒരു മൂവ്മെൻറ്റിനാണ് ഫ്ലാപ്പ് ഓ ടാപ്പ് എന്ന്. ഒറ്റ പ്രാവശ്യം മുകളിലേക്ക് പോയി താഴോട്ട് വരുന്നു. ഓക്കെ, ഈ ഒരു മൂവ്മെൻറ്റ് ആണ് പറയുന്നത്. ഓക്കെ, സോ ദിസ് സ്ട്രക്ചർ ഈസ് ഇൻവോൾവ് ഇൻ ഫ്ലാപ്പ് ഓ ടാപ്പ്. ജസ്റ്റ് എ ടാപ്പ് then comes forward. Okay, so the example for flap or tap is r between vowels, as in very and sorry. അതായത് when r occurs between two vowels, രണ്ട് vowel സൗണ്ടിൻ്റെ ഇടയിൽ r വരുന്ന സമയത്ത് it is understood as flap or tap, as in very and sorry. Okay, very and sorry എന്ന് പറയുന്ന സമയത്ത് r പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ടങ് മുകളിലേക്ക് മൂവ് ചെയ്യുന്നു, പിന്നെ അതേപോലെ ബാക്കോട്ട് വരുന്നു, വെരി. ഓക്കെ, സോ ആൻഡ് സോറി അതേപോലെ മുകളിലേക്ക് പോയി താഴോട്ട് വരുന്നു. ഓക്കെ, റീ എന്ന് പറയുന്ന സമയത്ത് ഇ. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ വെരി ഈസ് ട്രാൻസ്ക്രൈബ്ഡ്. അത് പറയുമ്പോൾ മനസ്സിലാവും, വെരി. ഓക്കെ, എ ആൻഡ് ഇ, അതായത് എ ആൻഡ് ഇ സൗണ്ടിൻ്റെ ഇടയിൽ വരുന്നു. ഓക്കെ, സോ ഒക്കേഴ്സ് ബിറ്റ്വീൻ വവൽസ് ഹിയർ. ഓക്കെ, അതുപോലെ തന്നെയാണ് സോറി എന്ന് പറയുന്ന സമയത്ത് സോറി. ഓക്കെ, ഇവിടെയും ഒ ആൻഡ് ഇൻ്റെ ഇടയിൽ വരുന്നുണ്ട്. ഓക്കെ, ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ആസ് ഫ്ലാപ്പ് ഓർ ടാപ്പ്. ഓക്കെ, സോറി, വെരി. ഓക്കെ, ഇത് എക്സാമ്പിൾ തന്നെയാണ്. അതുപോലെ അനദർ എക്സാമ്പിൾ ഈസ് വെൻ ഒക്കേഴ്സ് ആഫ്റ്റർ എന്നുള്ളതിൻ്റെ ശേഷം വരികയാണെങ്കിൽ, ആസ് ഇൻ ത്രൈവ് എന്നുള്ളതാണ്. ഓക്കെ, I v. Okay, this is how it is transcribed, thrive. Okay, thrive. So ന്റെ ശേഷം ഇവിടെ വന്നു. ഈ ഒരു കോണ്ടെക്സ്റ്റിലും it is understood as flap or tap. Okay, thrive. Okay, so the example of flap of tap is ആണ് when it occurs between vowels and after th. Okay, this is the example of trill or roll and flap or tap. Okay, ആണ് ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. So the next classification is lateral consonants. Lateral consonants ആണ്. Here consonants articulated with a structure of complete closure to the center of oral passage, but with air escaping along the sides of the tongue without any friction. This is called lateral consonants. ഇവിടെ സ്ട്രക്ചർ എന്താണെന്നുള്ളത് നോക്കുക. സ്ട്രക്ചർ ഓഫ് കംപ്ലീറ്റ് ക്ലോഷർ ആണ്, ബട്ട് ഹിയർ അറ്റ് ദി സെൻറ്റർ ഓഫ് ഓറൽ പാസേജിൻ്റെ സെൻറ്റർ കംപ്ലീറ്റ് ക്ലോസ് ആവുന്നു. ആൻഡ് വിത്ത് എയർ എസ്കേപ്പിംഗ് അലോങ് ദ സൈഡ്സ് ഓഫ് ദ ടങ്, നാവിൻ്റെ രണ്ട് സൈഡിലൂടെയുള്ള ഗ്യാപ്പിലൂടെ എയർ പുറത്തേക്ക് വരുന്നു, എയർ എസ്കേപ്പ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഹൗ ലേറ്ററൽ കോൺസണൻസ് ആർ ആർട്ടിക്കുലേറ്റഡ്. സൗണ്ട് പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് എന്താ നാവ് ടങ് മൂവ്സ് ടുവാർഡ്സ് ദി ആൽവിയോളാർ റിഡ്ജ്.
നാവ് ആൽവിലാർ റിഡ്ജിലേക്ക് അങ്ങനെ റൈസ് ചെയ്യുന്നു. അപ്പോൾ സെൻറ്റർ അവിടെ മൗത്തിൻ്റെ സെൻറ്റർ പാസേജ് ബ്ലോക്ക്ഡ് ആണ്. ആൻഡ് സോ എയർ എസ്കേപ്സ് ത്രൂ ദി ബോത്ത് സൈഡ്സ് ഓഫ് ദി ടങ്. അതായത് നാവിൻ്റെ രണ്ട് സൈഡിലൂടെ, സെൻറ്റർ ബ്ലോക്ക്ഡ് ആണ്, രണ്ട് സൈഡിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, എയർ പുറത്തേക്ക് വരുന്നത്. ദിസ് ഈസ് ഹൗ ലേറ്ററൽ സൗണ്ട്സ് ആർ ആർട്ടിക്കുലേറ്റഡ്. സോ ദി എക്സാമ്പിൾ ഓഫ് ലേറ്ററൽ സൗണ്ട് ഈസ് ല്. ല് ആസ് ഇൻ ലേറ്റ്, ലേറ്റ്, ലേറ്റ്. അതുപോലെ ദിസ് ഈസ് ഹൗ ലേറ്റ് ഈസ് ട്രാൻസ്ക്രൈബ്ഡ്. ഓക്കെ, ലേറ്റ്. ഓക്കെ, ഈ രീതിയിൽ ലേറ്റ്, അതുപോലെ ലേക്ക്, ലഫ്. ഓക്കെ, അതൊക്കെ ആവും എക്സാമ്പിൾ. ല് എന്നുള്ള സൗണ്ടാണ്. ഓക്കെ, ഇഫ് യു പ്രൊനൗൺസ് ദി സൗണ്ട്, ആ സൗണ്ട് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സെൻറ്റർ എന്താണ്, ഓറൽ പാസേജിൻ്റെ സെൻറ്റർ ഈസ് ബ്ലോക്ക്ഡ് ആൻഡ് എയർ എസ്കേപ്സ് ത്രൂ ദി സൈഡ്സ് ഓഫ് ദി ടങ്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ ലേറ്ററൽ സൗണ്ട്സ് ആർ ആർട്ടിക്കുലേറ്റഡ്. ഈ രീതിയിൽ സ്ട്രക്ചർ ഇൻവോൾവ് ആയിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന കോൺസണൻസിനാണ് ലേറ്ററൽ കോൺസണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ എക്സാമ്പിൾ ഓഫ് ലേറ്ററൽ കോൺസണൻസ്, അതായത് ല് ആസ് ഇൻ ലേക്ക്. Okay, so we discussed some of the classifications of consonants based on the manner of articulation. Manner of articulation base ചെയ്തിട്ടുള്ള കുറച്ച് classifications ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, and some more remain. And for the time being, let's wind it up today, and we will continue the rest in the next session or the next class. So I hope all of you followed me, and let's meet in the next session. Thank you very much for listening to me. Thank you. Have a nice day.